സർവ സൃഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ക്രൈസ്തവ സഭാ ചരിത്രം എന്നുള്ളതാണ്. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ആദ്യകാല അപ്പസ്തോലന്മാരുടെ യുഗം. അത് ഏകദേശം 30 മുതൽ 33 AD വരെയാണ്. ക്രിസ്ത്യൻ സഭാചരിത്രത്തിൻ്റെ ക്രമബദ്ധമായ പഠനം, ഇംഗ്ലീഷിൽ അതിന് എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി, മലയാളത്തിൽ സഭാചരിത്രം എന്ന് അറിയപ്പെടുന്നു. ഈ പഠനശാഖ ക്രിസ്ത്യൻ സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ച ദൈവസഭയുടെ വളർച്ച, ദൈവശാസ്ത്രപരമായ ചിന്തകളുടെ വികാസം, പ്രധാനപ്പെട്ട സഭാ സമ്മേളനങ്ങൾ, കൗൺസിലുകൾ, സഭയിലെ പ്രധാന വ്യക്തികൾ, സുപ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചിട്ടയായ ഒരു അന്വേഷണമാണ്. ആദ്യകാല അപ്പസ്തോലന്മാരുടെ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം BC 6നും 4നും ഇടയിൽ ആണ് എന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ സമന്വയമുള്ള ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാലഗണനയിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള വർഷങ്ങളെ BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ശേഷമുള്ള വർഷങ്ങളെ AD അന്നോ ഡോമിനി എന്നത് കർത്താവിൻ്റെ വർഷം എന്നുമാണ് പറയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് BC വർഷങ്ങൾ പുറകോട്ട് എണ്ണുന്നു. അതായത് BC 6, 5, 4 ഇങ്ങനെ അത് കുറഞ്ഞാണ് വരുന്നത്. യേശുക്രിസ്തു ജനിച്ചത് BC 6നും 4നും ഇടയിലാണെങ്കിൽ പോലും ആ കാലഘട്ടം 1-ാം നൂറ്റാണ്ടായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് BC 6 മുതൽ BC 1 വരെയുള്ള കാലഘട്ടം 1-ാം നൂറ്റാണ്ട് BCയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു 1-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണക്ക് പ്രകാരമാണ് യേശുക്രിസ്തു 1-ാം നൂറ്റാണ്ട്, അതായത് യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് യേശുക്രിസ്തു ലോക ചരിത്രത്തെ തന്നെ 2ആയിട്ട് വിഭാഗിച്ചു. അതായത് ക്രിസ്തുവിന് മുൻപ് എന്നും ക്രിസ്തുവിന് ശേഷം എന്നും AD എന്നും BC എന്നുമുള്ള അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, പഠിപ്പിക്കലുകൾ, മരണം, പുനരുദ്ധാനം, ക്രൂശിലെ യാഗം, മരണത്തെ ജയിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. ആദ്യകാല പെന്തിക്കൊസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച്, അഗ്നിസ്ഥാനത്തെക്കുറിച്ച്, ഇത് 2ാമത്തെ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ പെന്തിക്കോസ്ത് അനുഭവം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പുതിയ ശക്തിയും ധൈര്യവും നൽകി. ഇത് ക്രിസ്തീയ സഭയുടെ, അതായത് ദൈവസഭയുടെ ജനനമായിരുന്നു. അപ്പോൾ ദൈവസഭയുടെ ജനനം എന്ന് സംഭവിച്ചു, അത് പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ചു. അങ്ങനെ ഈ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചവർ, അവരെ ദൈവത്തിന്റെ അഭിഷിക്തർ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്, അവർ ക്രിസ്തുയേശുവിന്റെ സാക്ഷികൾ ആകുവാൻ തുടങ്ങി. പ്രവൃത്തികൾ 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് ദൈവാനുഭവം ലഭിച്ചാൽ, ദൈവത്തിൻ്റെ സ്പർശനം, ഒരു അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ, അവർ ഈ വചനത്തിൽ നൽകിയിരിക്കുന്ന ഓർഡർ അനുസരിച്ച്, ഒരു ക്രമമുണ്ട്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. അപ്പൊ എന്താണ് അതിന്റെ ക്രമം? നമ്മൾ സുവിശേഷം പ്രസംഗിക്കും. അതിനൊരു ഓർഡർ എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേം, അത് സ്വന്തം ഭവനത്തെ കാണിക്കുകയാണ്. ജെറുസലേം സ്വന്തം ഭവനത്തിൽ നമ്മൾ ക്രിസ്തുയേശുവിന്റെ സാക്ഷിയാകും. യഹൂദയിൽ
സ്വന്തം ഗ്രാമത്തിൽ, അത് സ്വന്തം ഗ്രാമത്തെ കാണിക്കുകയാണ്. ശമരിയ എന്ന് പറയുമ്പോൾ അത് വിജാതീയരുടെ പ്രദേശങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോൾ സാക്ഷികൾ ആകുക എന്ന് പറയുമ്പോൾ ശരിക്ക് നമ്മൾ സാക്ഷ്യമുള്ളവരായിത്തീരുകയാണ് എന്നുള്ള കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം ആദ്യകാല അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണമാണ്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിനും രക്ഷാകരമായ ദൗത്യത്തിനും സാക്ഷ്യം വഹിച്ച അപ്പസ്തോലന്മാർ, അതായത് ദൈവാനുഭവം പ്രാപിച്ചവർ, ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, തങ്ങൾ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ലോകമെമ്പാടും അറിയിക്കുവാൻ തുടങ്ങി. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. മർക്കോസ് 16:15, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പൊ ഇന്ന് സുവിശേഷം നമുക്ക് പ്രസംഗിക്കാം, സുവിശേഷം പഠിപ്പിക്കാം, സുവിശേഷം അറിയിക്കാം. ഇതെല്ലാം സുവിശേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത്. അത് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വചനം പ്രസംഗിച്ചപ്പോൾ, ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നാൽ അവരെ ആളുമാറിയവരെ പോലെയാകും. അവരുടെ പഴയ മനുഷ്യനിൽ നിന്ന് അവർ ഒരു പുതുജനനം പ്രാപിച്ച് അവർ ദൈവത്തിന്റെ മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലങ്ങളെ കായ്ക്കുന്നവരാകും. അങ്ങനെ നാം വേറൊരു കാര്യം കൂടെ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് യേശുക്രിസ്തു പ്രസംഗിച്ച വിഷയം, അത് ഇങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. സ്നാപയോഹന്നാനും ഈ അതേ വാക്യം തന്നെയാണ് ഈ തന്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ, അവർക്ക് ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനായിട്ട് വിഷയം കൊടുക്കുമ്പോൾ വളരെ നമ്മൾ അതങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ അവന്റെ നാമത്തിൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കർത്താവ് പ്രസംഗിച്ചതായ, അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ ശുശ്രൂഷിച്ചപ്പോൾ പ്രസംഗിച്ചതായ പ്രസംഗ വിഷയത്തിൽ നിന്നും ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് നമ്മൾ. അതായത് അവര് പ്രസംഗിച്ചത്, യേശുക്രിസ്തു പ്രസംഗിച്ചതും യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞതും എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. മാനസാന്തരമല്ലാതെ ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. അതുപോലെ തന്നെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ഇതാണ് ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കേണ്ട വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 1 മാനസാന്തരം, 2 പാപമോചനം. അത് പ്രസംഗിക്കുമ്പോഴാണ് ഈ കേൾക്കുന്നവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്നത്. ഈ ബോധ്യമില്ലാത്തവർ അവരെന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ചെയ്ത്, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ച് അവർ നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യക്തിപരമായ അനുഭവ സാക്ഷ്യത്തിന്, ദൈവാനുഭവ സാക്ഷ്യത്തിന്, നമ്മൾ വ്യക്തമായി പറയുമ്പോൾ അനുഭവ സാക്ഷ്യം അത് ദൈവാനുഭവ സാക്ഷ്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വലിയ സ്ഥാനമുണ്ട്. ചുരുക്കത്തിൽ അപ്പസ്തോല പ്രവൃത്തികൾ 4:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യകാല ക്രിസ്തീയ ദൈവദാസന്മാരുടെ ധീരതയും ദൈവത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും അന്നത്തെ സമൂഹം അവരുടെ വിശ്വാസത്തെ എങ്ങനെ മുറുകെ പിടിച്ചു എന്നതിന്റെ ഒരു വലിയ ചിത്രം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ആദ്യകാല ക്രിസ്തീയ സഭ, നമ്മൾ വീണ്ടും
ആദ്യകാല ക്രിസ്തീയ സഭയെക്കുറിച്ച് ഏകദേശം 33 മുതൽ 313 എ ഡി 33 മുതൽ 313 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. മികച്ച റോഡ് ശൃംഖലയും താരതമ്യേന സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങളും ആശയങ്ങൾക്കും ആളുകൾക്കും എളുപ്പത്തിൽ സഞ്ചരിക്കുവാൻ സഹായിച്ചു. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ ഒരു പ്രൊവർബ് പറയാനുണ്ട്, ഓൾ റോഡ്സ് ലീഡ് ടു റോം. എല്ലാ റോഡുകളും റോമിലേക്ക് നയിക്കുന്നു. അപ്പസ്തോലന്മാരും അവരുടെ സഹപ്രവർത്തകരും ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം എത്തിച്ചു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പുതിയ ക്രിസ്തീയ സമൂഹങ്ങൾ ഇങ്ങനെ രൂപം കൊണ്ടു. അടിമകൾ മുതൽ പ്രമുഖർ വരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അന്ന് അടിമത്തത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അടിമകൾ മുതൽ അനേകർ ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദൈവജനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് ദൈവത്തിന്റെ വചനം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ചില റോമ ചക്രവർത്തിമാർ തങ്ങളെ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാധന ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ഒരു 3 റോമ ചക്രവർത്തിമാരുടെ പേര് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിൽ ഒന്നാമൻ കാലിഗുള, രണ്ടാമത് നീറോ, മൂന്നാമത് ഡൊമീഷ്യൻ. ഇതില് ഈ കാലിഗുള, ഈ റോമൻ ചക്രവർത്തി ആദ്യമായിട്ട്, അതായത് റോമൻ ചക്രവർത്തിമാരിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ആദ്യമായി സ്വയം ഒരു ദൈവമായി പ്രഖ്യാപിച്ചവരിൽ പ്രധാനിയാണ്. തന്റെ ഭരണകാലത്ത് അദ്ദേഹം സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയും തന്റെ പ്രതിമകൾ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. റോമാക്കാർക്കിടയിൽ ഇത് വലിയ എതിർപ്പുകൾക്ക് കാരണമായി, പ്രത്യേകിച്ച് യഹൂദന്മാർക്കിടയിൽ. ജെറുസലേമിലെ അവരുടെ ക്ഷേത്രത്തിൽ തന്റെ പ്രതിമ സ്ഥാപിക്കാൻ കാലിഗുള ആവശ്യപ്പെട്ടത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഒത്തുവന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം അത് നടന്നില്ല. പെട്ടെന്ന് ഈ തീരുമാനമൊക്കെ എടുത്ത് അദ്ദേഹം അധികകാലത്ത് നീണാൾ വാഴുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. വീണ്ടും നമ്മൾ കാണുന്നത് നീറോ ചക്രവർത്തിയാണ്. നീറോ ഒരു ദൈവമാണെന്ന് നേരിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സ്വയം ദൈവതുല്യനായി കണക്കാക്കിയിരുന്നു. അദ്ദേഹം സ്വയം അപ്പോളോ ദേവനോടും മറ്റ് ദൈവങ്ങളോടും തന്നെ ഉപമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിമകൾ ദൈവങ്ങളുടെ രൂപത്തിൽ നിർമ്മിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തെ ദൈവമായി ആരാധിച്ചിരുന്നു. റോമൻ ചരിത്രകാരന്മാർ നീറോയുടെ ഈ പ്രവൃത്തികളെ അഹങ്കാരമായും ഭ്രാന്തായും വിലയിരുത്തുന്നു. മൂന്നാമത്തെ ചക്രവർത്തി ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഈ ദൈവിക ആരാധന കൂടുതൽ കർശനമാക്കി. അതായത് ഞാൻ ദൈവമാണ്, ചക്രവർത്തി ദൈവമാണ് എന്നുള്ള ആ ഒരു വിശ്വാസം കൂടുതൽ ശക്തീകരിച്ചത് ഒരു കാലഘട്ടമായിരുന്നു. ദൈവവും കർത്താവും എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളെ നിർബന്ധിച്ചു. അപ്പൊ ദൈവവുമാണ് കർത്താവുമാണ് എന്ന് അദ്ദേഹം തന്നെ അങ്ങ് വിശേഷിപ്പിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനികളെ പോലുള്ള മറ്റ് മതവിശ്വാസികളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ പ്രകോപിപ്പിച്ചു. ചക്രവർത്തി ആരാധിക്കാൻ വിസമ്മതിക്കുന്നവരെ രാജ്യദ്രോഹികളായി കണക്കാക്കുകയും അവർക്കെതിരെ ക്രൂരമായ നടപടികൾ എടുക്കുകയും ചെയ്തു. ആദ്യകാല ക്രിസ്ത്യൻ രേഖകൾ അനുസരിച്ച് ഡൊമീഷ്യന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു. അങ്ങനെ റോമാൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാരെ ദൈവങ്ങളായി ആരാധിക്കുന്ന സമ്പ്രദായം അവരുടെ ഭരണം ഉറപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു. എന്നാൽ ഈ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ ഇവരെ ശത്രുതയോടെയാണ് നോക്കിക്കണ്ടത്. അന്നത്തെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ നിയമങ്ങളെയും ആരാധനാ രീതികളെയും, എങ്ങനെയുള്ള ആരാധനയാണ്? ഒരു മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കണം എന്നുള്ള ഈ വ്യവസ്ഥ അവരതിനെ എതിർക്കുകയും ഏകദൈവ വിശ്വാസത്തിലൂടെ ഉള്ള വിശ്വാസം അവർ ഏറ്റുപറയുകയും ചെയ്തു. അവർക്ക് യേശുക്രിസ്തുവിനെ അല്ലാതെ
മറ്റൊരാളെ ദൈവമായി അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് റോമൻ സാമ്രാജ്യവുമായുള്ള അവരുടെ സംഘർഷത്തിന് പ്രധാന കാരണമായി തീരുകയും ചെയ്തു. ഇതിന്റെ ഫലമായി നീറോ, ഡൊമീഷ്യൻ, ഡെക്കിയസ്, ഡൈക്ലീഷ്യൻ തുടങ്ങിയ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്ക് കടുത്ത പീഡനങ്ങൾ സഹിക്കേണ്ടതായി വന്നു. വിശ്വാസം ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ച അനേകം പേർ അവരുടെ ക്രൂരതയ്ക്ക് ഇരയായി അവർ രക്തസാക്ഷികളായി തീർന്നു. എന്നിരുന്നാലും ഈ പീഡനങ്ങൾ ക്രിസ്തു വിശ്വാസത്തിന്റെ വളർച്ചയെ തടഞ്ഞില്ല. ആ കാലങ്ങളിൽ നമ്മുടെ ക്രിസ്തു വിശ്വാസം ദൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ആ കാലങ്ങളിൽ അതിന് ഒരു രൂപീകരണം നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര ആശയങ്ങൾ രൂപപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം, അവൻ ദൈവപുത്രനും മനുഷ്യനുമാണ് എന്ന ആശയം, ത്രിത്വൈക വിശ്വാസം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന വിശ്വാസം, രക്ഷയുടെ ഏകമാർഗം, അത് വിശ്വാസത്താലാണ് രക്ഷ, കൃപയാലാണ് രക്ഷ എന്നിങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഈ കാലത്തിൽ തന്നെ രൂപപ്പെട്ടിരുന്നു. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമ പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടതും ക്രമേണ അംഗീകരിക്കപ്പെട്ടതും. സഭാപിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആദ്യകാല ചിന്തകന്മാർ, അവരിൽ പ്രധാനികൾ ഇഗ്നാത്തിയോസ്, പോളിക്കാർ, ഐറേനിയസ്, ജസ്റ്റിൻ, ഇവർ സഭയുടെ ദൈവശാസ്ത്രപരമായ വളർച്ചയിൽ പ്രമുഖ പങ്ക് വഹിച്ചു. അങ്ങനെ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും ക്രോഡീകരിക്കപ്പെട്ടത് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ഇനി പറയാം. പഴയ നിയമം അപ്പോൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് വളരെ വലിയൊരു കാലഘട്ട ദൈർഘ്യം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 1400 മുതൽ ക്രിസ്തുവിന് മുമ്പ് 400 വരെ ഇതിന്റെ ഒരു എഴുത്ത് നടന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ പഴയ നിയമത്തിന്റെ ക്രോഡീകരണം യഹൂദ പണ്ഡിതന്മാർ പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കി. അപ്പോൾ ഇത് യഹൂദ പണ്ഡിതന്മാരാൽ ഇത് പൂർത്തിയാക്കപ്പെട്ടു. പുതിയ നിയമം യേശുവിന്റെ ജീവിതത്തിനും ക്രൂശുമരണത്തിനും ശേഷം ആദ്യ നൂറ്റാണ്ടിലാണ് പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. അപ്പൊ ഇത് എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ പുസ്തകങ്ങൾ, അതായത് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ, ഇതെല്ലാം ആ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ടു. പ്രധാനമായും ക്രിസ്തുവർഷം 45-നും 90-നും ഇടയിലായിരുന്നു പ്രധാനമായും. എന്നാൽ ഈ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു കാനോൻ ഉണ്ടാക്കിയത് പിൽക്കാലത്താണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിലാണ് പുതിയ നിയമത്തിന്റെ കാനോൻ രൂപീകരിക്കാൻ തുടങ്ങിയത്. അന്നേരത്തേനും റോമൻ കത്തോലിക്ക സഭ പ്രമുഖ സഭയായിട്ട് വളർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് 4-ാം നൂറ്റാണ്ട്. ഇതിൽ പ്രധാന പങ്കുവഹിച്ച സമിതി, അതിനെ അതായത് ഈ ക്രോഡീകരണം എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം നമുക്ക് ഈ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ ആവശ്യമുള്ള എല്ലാ വചനങ്ങളും നമ്മൾ വിശ്വസിക്കുന്ന 66 പുസ്തകത്തിൽ എല്ലാമുണ്ട്. അപ്പൊ അതുകൊണ്ട്, എന്നാൽ റോമൻ കത്തോലിക്ക സഭ അവരുടെ പല കൗൺസിലുകളിലായിട്ട് ഇത് ക്രോഡീകരിച്ചത് ഇങ്ങനെയാണ്. റോമൻ കൗൺസിൽ അത് 382-ലാണ്, AD 382-ൽ ഈ കൗൺസിലിൽ വെച്ച് മാർപ്പാപ്പയായിരുന്ന ദമാസൂസ് ഒന്നാമന്റെ നേതൃത്വത്തിൽ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പട്ടികയ്ക്ക് രൂപം നൽകി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാനോൻ, അതായത് 73, അതായത് പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾ, അത് അപ്പോക്രിഫ പുസ്തകങ്ങൾ. അപ്പോൾ അത് പ്രൊട്ടസ്റ്റന്റ് സഭ റിഫോർമേഷൻ വന്നതിന് ശേഷം അങ്ങനെയുള്ള പുസ്തകങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ 66 പുസ്തകങ്ങൾ, അതായത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൂടെ 66 പുസ്തകങ്ങളുള്ള ബൈബിളാണ് നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുകയും അതാണ് നമ്മൾ പ്രഘോഷിക്കുകയും ചെയ്യുന്നത്. വീണ്ടും ഹിപ്പോ കൗൺസിൽ നടന്നത് 393 AD-ലാണ്. ഇവിടെ വെച്ച് 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമത്തിന്റെ കാനോൻ അംഗീകരിച്ചു. പിന്നീട് കാർത്തേജ് കൗൺസിൽ, അത് 397 AD. അങ്ങനെ ഹിപ്പോ കൗൺസിലിന്റെ തീരുമാനങ്ങൾ കാർത്തേജ് കൗൺസിൽ വീണ്ടും അംഗീകരിച്ചു. ഇങ്ങനെ 3 കൗൺസിലുകളിലായിട്ടാണ് ഇവർ ഈ പുസ്തകങ്ങളെല്ലാം ക്രോഡീകരിച്ചത് എന്നാണ് ചരിത്രം നൽകുന്ന വിശദീകരണം. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കുമ്പോൾ
ഇവിടെ ക്രിസ്തുവിശ്വാസത്തെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ധകാര പൈശാചിക ശക്തികൾ ആദ്യം മുതൽ പ്രവർത്തിച്ചു വന്നിരുന്നു. അതുകൊണ്ട് ഈ മറിയയുടെ സുവിശേഷം അല്ലെങ്കിൽ ബർണാബാസിന്റെ സുവിശേഷം, അതുപോലെ തന്നെ പല വ്യാജ സുവിശേഷങ്ങൾ അന്ന് ഇന്നുകൊണ്ടത് ഇന്നും ചിലരൊക്കെ അതൊക്കെ ദൈവജനത്തിന്റെ ഭാഗമായിട്ട് എടുത്ത് അതും ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ് അതുമൊക്കെ വായിച്ചു പഠിക്കുകയും അനുസരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം തള്ളപ്പെട്ടു. അങ്ങനെയുള്ള ഒട്ടനവധി മാനുസ്ക്രിപ്റ്റ്സ് അതെല്ലാം തള്ളപ്പെട്ടു. എന്നാൽ അതിൽ കാരണം നമ്മളിപ്പോൾ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ POC ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ അവിടെ ഈ അവരെ പഴയ നിയമത്തിലെ യഹൂദന്മാർ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത യഹൂദന്മാര്, അതായത് ഒറിജിനൽ യഹൂദന്മാരുടെ അവരുടെ കാനോന്റെ ഭാഗമായിട്ട് അവര് പോലും ഒരു അംഗീകരിക്കാത്ത പുസ്തകങ്ങളെയാണ് റോമൻ കത്തോലിക്ക ചർച്ച് ദൈവവചനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളിൽ നിന്ന്, അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവോ അപ്പസ്തോലന്മാരോ ആരും ഒരു ഉദ്ധരണി എടുത്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പിന്നീട് വന്ന പ്രൊട്ടസ്റ്റന്റിന്റെ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നവീകരണത്തിലൂടെ ഈ പുസ്തകങ്ങൾ പുറത്താക്കിയത്, അംഗീകരിക്കാതിരിക്കുന്നത്. ഇങ്ങനെ പുതിയ നിയമം ഇന്നത്തെ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് അത് 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. അങ്ങനെ ഈ കൗൺസിലുകൾ ക്രിസ്തുമതത്തിലെ വിശ്വാസികളുടെ ഇടയിൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ കാലത്ത് ചില പുസ്തകങ്ങളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വന്നെങ്കിലും ഇന്നത്തെ ക്രിസ്തീയ സഭകൾ അംഗീകരിക്കുന്ന പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട കാനോനിൽ ഉൾപ്പെട്ടവയാണ്. എന്നാൽ ഇന്ന് റോമൻ കത്തോലിക്ക സഭയിലെ പല പുരോഹിതന്മാരും പറയുന്നുണ്ട്, ഞങ്ങളാണ് ഈ ബൈബിൾ ജനത്തിന് കൊടുത്തത്. ശരിയാണ്, അവർ പറയുന്നതിനകത്ത് ചില സത്യങ്ങളുണ്ട്. ക്രോഡീകരിച്ചത് റോമൻ കത്തോലിക്ക സഭ തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഇത് കൂട്ടിവരുത്തിയത് ദൈവമാണ്, ഇത് എഴുതിപ്പിച്ചത് ദൈവമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. അതാണ് യെശയ്യാ 34:16 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അങ്ങനെ ആദ്യകാല ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഒരു ലളിതമായ ഘടന ഉണ്ടായിരുന്നു. ആരാധനാ രീതികൾ ലളിതമായിരുന്നു. പ്രാർത്ഥന, ദൈവവചന വായന, പ്രബോധനം, കൂട്ടായ്മ, ഹോളി കമ്മ്യൂണിയൻ, കർത്താവിന്റെ മേശ. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നതാണ് കർത്താവിന്റെ മേശ. അപ്പൊ എന്നിവയായിരുന്നു സഭയിലെ പ്രധാന അനുഷ്ഠാനങ്ങൾ. സ്നാനം, അതായത് വിശ്വാസ സ്നാനം, അതായത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം പ്രധാനപ്പെട്ട ദൈവിക ഉടമ്പടിയായി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ആ സഭയിൽ അല്ലെങ്കിൽ ആദ്യകാല സഭകളിൽ അവരുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് നിത്യജീവന്റെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ചായിരുന്നു. നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ടതായ നമ്മുടെ രക്ഷയുമായ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. അത് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ആ വാക്യം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ വാക്യത്തിൽ 3 അടിസ്ഥാന ഉപദേശങ്ങൾ. ഒന്ന് മാനസാന്തരം, മാനസാന്തര സ്നാനം, അതായത് മാനസാന്തരപ്പെട്ടതിന് ശേഷം വിശ്വാസ സ്നാനം, പിന്നീട് പരിശുദ്ധാത്മ സ്നാനം. എന്നാൽ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ അവർ സ്നാനം സ്വീകരിച്ചതിന് ശേഷവുമായിരിക്കാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. എന്നാൽ ചില ആളുകൾ സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പേ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്
വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അത് സ്നാനത്തിന് മുമ്പായാലും സ്നാനത്തിന് ശേഷമാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുപോലെ വീണ്ടും അതിൻ്റെ 42-ാം വാക്യത്തിൽ അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ നമുക്കിവിടെ 4-ാമത്തെ അടിസ്ഥാന ഉപദേശം ലഭിക്കുകയാണ്, അപ്പസ്തോലന്മാരുടെ ഉപദേശം. 5-ാമത് കൂട്ടായ്മ, 6-ാമത് അപ്പം നുറുക്കൽ, 7 പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് അല്പം വിശദമായിട്ടൊന്ന് ചിന്തിക്കാം. മാനസാന്തരത്തിന് അതിൻ്റെ ഗ്രീക്കിൽ നമ്മൾ പറയുന്ന മെറ്റനോയ്യ എന്നുള്ളതാണ്. മെറ്റനോയ്യ എന്ന് പറഞ്ഞാൽ മനം മാറ്റമാണ്, മാനസാന്തരം. പത്രോസിന്റെ വാക്കുകളിൽ ആദ്യത്തേത് മാനസാന്തരത്തെക്കുറിച്ചാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഒരു വ്യക്തിയുടെ ചിന്താഗതിയിലും ഹൃദയത്തിലും സംഭവിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റമാണിത്. പഴയ പാപപൂർണമായ ജീവിത രീതി ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. വീണ്ടും സ്നാനം നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ സ്നാനം ഏൽക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. നമ്മളെല്ലാവരും സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. എന്നാൽ യേശുനാമക്കാർ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്. അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നവരാണ്. അത് തെറ്റായ ഉപദേശമാണ്. കാരണം സ്നാനം കൊടുക്കുന്നവരോട് കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം ഞാൻ അതെടുത്ത് വായിക്കാനായിട്ട് പെട്ടെന്ന് ശ്രമിക്കുകയാണ്. മത്തായി സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായം ഏത് അധ്യായമാണ്? അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പൊ സ്നാനം കഴിപ്പിക്കുന്നവരോടുള്ള ഉപദേശം ഇതാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആരുടെ നാമത്തിലാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് എന്ന് സ്നാപകർക്ക്, സ്നാനം കഴിപ്പിക്കുന്നവർക്കുള്ള ഉപദേശം കർത്താവ് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പൊ ഇത് സ്നാനം കൊടുക്കുന്നവർക്കുള്ള ഉപദേശമാണ്. അപ്പൊ ഈ ഉപദേശത്തിൽ ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 3-ാമത്തെ അടിസ്ഥാന ഉപദേശം പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അഗ്നിസ്നാനം പ്രാപിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന ദൈവിക സാന്നിധ്യവും ശക്തിയുമാണ്. ഇത് പുതിയ ജീവിതത്തിൽ അവരെ സഹായിക്കും. ആത്മീയ വരങ്ങളാൽ നിറയ്ക്കുകയും ദൈവികത പ്രകാരം ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, മറിച്ച് വ്യക്തിത്വമുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്നതാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം പരിശുദ്ധാത്മാവ്, നമ്മളൊരു പാട്ട് പാടാറുണ്ട്, ആരാധനയ്ക്ക് യോഗ്യനെ എന്നത് നമ്മൾ പാടുന്ന ആ പാട്ടില്, നമ്മൾ ആ പാട്ടിങ്ങനെ പാടി വരുമ്പോൾ നമ്മളിങ്ങനെ പാടുന്നുണ്ട്: ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ മർക്കോസിൻ മാളികയിൽ നിന്നാവി പകർന്ന പോൽ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചീടുക അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ. അപ്പൊ ഇവിടെ പറയുന്നത് നിന്നാവി പകർന്ന പോൽ. ഇത് പാട്ടുകാരൻ്റെതായ ഒരു ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിന്നാവി എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ. ഇതെന്തോ ആവിയാണ്, ആവി നീരാവിയോ അങ്ങനെ എന്തോ. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തോ ഇതൊരു ശക്തിയാണ്, പക്ഷെ അതൊരു ആവിയാണ്. നമ്മളിവിടെ ആവിയാണെന്ന് പറഞ്ഞാലും അത് പരിശുദ്ധാത്മാവ് നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ ആത്മാവാണ്, ക്രിസ്തുവിന്റെ ആത്മാവാണ്, യേശുവിന്റെ ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവാണ്. അത് യേശുക്രിസ്തുവിന്റെ നമ്മോടൊത്തുള്ള അദൃശ്യ സാന്നിധ്യമാണ്. പിതാവായ ദൈവത്തിന്റെ നമ്മോടൊത്തുള്ള അദൃശ്യ സാന്നിധ്യമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടാകില്ല, പക്ഷെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ബൈബിളില്
പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവൃത്തികളെക്കുറിച്ച് അനേക വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒന്നാമതായി പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. യോഹന്നാൻ 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ആത്മാവിനാൽ ഒരു ജനനമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3:5 ഇപ്രകാരം സംസാരിച്ചിരിക്കുകയാണ്: അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി. യേശു കർത്താവ് പറയുകയാണ്, എന്താണ്? വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ ലോഗോസ് ആണ്. വെള്ളം ദൈവത്തിന്റെ വചനമാണ്. ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് അത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അത് പലരും പറയും ഇത് സ്നാനമാണെന്ന് പറയും. എന്നാൽ അതിന് അങ്ങനെയും അർത്ഥമുണ്ട്. എന്നാൽ അതിന് വിശാലമായ ആഴമേറിയ അർത്ഥമുണ്ട്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനം. റീമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എഴുതപ്പെട്ടതായ വചനം. അപ്പൊ ഞാനിപ്പോൾ വായിക്കുന്ന വാക്യങ്ങളൊക്കെ പലതും ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനങ്ങളാണ്. അതിന് ലോഗോസ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന, നമ്മൾ അക്ഷരികമായ ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിച്ചുകൊണ്ടോ, അങ്ങനെ ദൈവം എങ്ങനെയാണോ ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട് ഇടപെടുന്നത്, അതാണ് റീമ. വ്യക്തിപരമാണത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ശരിക്ക് ഈ വചനം ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയും. കാരണം ഞാൻ ഈ ദൈവവചനം TV-യിലൂടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടാണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അത് കേട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് പിന്നീട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി ദൈവകൃപയാൽ. അപ്പോൾ ഈ വചനമാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഈ വചനം കേട്ടപ്പോൾ എനിക്ക് അതിന്റെ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്കത് വെളിപ്പെടുത്തി. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ വചനത്താലും ജനിക്കണം. കാരണം നമ്മൾ ജഡത്തിൽ നിന്ന് ജനിച്ചതാണ്, നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച നമ്മൾ. അപ്പോൾ ഇത് നിക്കോദെമോസിനോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുകയാണ്. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വരികയാണ്. അവൻ ഒരു വലിയ പ്രമാണിയാണ്. പക്ഷെ അവൻ വന്നപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നീ പുതുതായി ജനിക്കണം, നീ വീണ്ടും ജനിക്കണം. അത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കെടുന്ന ബീജത്താലല്ല, അതായത് നശിച്ചു പോകുന്ന ബീജാണുക്കളാലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അവിടെ വ്യക്തമായിട്ട് ഈ വചനത്തിന്റെ ഇണവാക്യം നമുക്ക് ലഭിക്കുക. വീണ്ടും യാക്കോബ് ലേഖനം 1:18 നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ നമ്മെ തന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വചനത്താൽ ജനിക്കണം, ദൈവവചനത്താൽ ജനിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4:15 അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ഞാനല്ലോ നിങ്ങളെ വചനത്താൽ ജനിപ്പിച്ചത്. നമ്മൾ അനേകം ദൈവദാസന്മാരിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേട്ടവരായിരിക്കാം. പക്ഷേ ഏത് ദൈവദാസൻ നിങ്ങളോട് സംസാരിച്ചപ്പോഴാണോ നിങ്ങൾക്കൊരു വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയം കിട്ടിയത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വലനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നത്, അപ്പോൾ അതാണ്, ആ വ്യക്തിയാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. ഈ ജനനം നൽകാത്ത ഒരുത്തനെയും, കാരണം ഒരു പിതാവേ ഉള്ളൂ. എന്നാൽ ഇന്ന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നല്ല വെള്ളഷർട്ട് ഇട്ടവനെ കണ്ടു കഴിഞ്ഞാൽ, ലോകം ഇട്ടവനെ കണ്ട് എല്ലാം പിതാവേ പിതാവേ എന്ന് വിളിച്ച ആളുകൾ അവരുടെ പുറകെ പോവുക. അത് വചനവിരുദ്ധതയാണ്. കാരണം ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. പിന്നെ ആത്മീയ അർത്ഥത്തിൽ പിതാക്കന്മാരുണ്ട്. ആത്മീയ അർത്ഥത്തിൽ പിതാക്കന്മാരെ എങ്ങനെയുള്ളവരായിരിക്കണം? അവർ നിങ്ങളെ ക്രിസ്തുയേശുവിൽ ജനിപ്പിക്കണം. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്:
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളവും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാ പറയുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. അപ്പൊ ക്രിസ്തു നമ്മളിൽ ജനിക്കുന്നതാണ് വീണ്ടും ജനനം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാകുക എന്നല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റായ ഒരു ശൈലിയാണ്. അങ്ങനെ ബൈബിളിൽ നമ്മൾ കാണുന്നത്. ചിലര് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ക്രിസ്തുവേശുവിന്റെ സ്ഥാനപതികളാകണം. ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ആ വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവേശുവിൽ വീണ്ടും ജനിച്ചവരായി എങ്കിൽ, നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവരാകുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവേശുവിന്റെ സ്ഥാനപതികളാണ്. നമുക്ക് മനഃപൂർവ്വം പാപം ചെയ്യുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കട്ടെ. പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അവനിൽ പാപമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ആരും തെറ്റിക്കരുത്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്ത് പറയാണ്? ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല, അവന്റെ വിത്ത് അവരിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ഈ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച്, യേശുക്രിസ്തു നിക്കോദോമസിനോട് പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവരാണെങ്കിൽ അവർ മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല. കാരണം അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. അപ്പൊ അവർക്കറിയാം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നമ്മുടെ മർത്യ ശരീരത്തിൽ നമ്മൾ ദൈവത്തെ എപ്പോഴും അകത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ജഡത്തിന്റെ മേൽ ജയമെടുക്കും, പിശാചിന്റെ മേൽ നമ്മൾ ജയമെടുക്കും, നമ്മൾ അന്ധകാര ശക്തികളുടെ മേൽ നമ്മൾ ജയമെടുക്കും. അങ്ങനെ നമുക്ക് ജയജീവിതം സാധ്യമാണ്. ഇനി ആരെങ്കിലും മനഃപൂർവ്വം പാപം ചെയ്താലോ, ഇനി രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം എന്താണ് രക്ഷ എന്ന് പറയുന്നത്? രക്ഷ എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലംഘനങ്ങളെ മറയ്ക്കാതെ, നമ്മുടെ പാവങ്ങളെ മറയ്ക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് രക്ഷ. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ വിശ്വസ്തനും നീതിമാനുമാക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നീതിമാന്മാരാകുകയാണ്. എന്നാൽ ഇന്ന് അനേകം ആളുകൾ ലോകപ്രകാരം നീതിമാന്മാരുണ്ട്. അവർക്ക് നീതിയുണ്ട്. അവരുടെ നീതി എന്ന് പറഞ്ഞാൽ അവരെ ശത്രുക്കളെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് അവരുടെ നീതി. അതായത് അവർക്ക് ആർക്കെങ്കിലും, ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുന്ന എന്താണ്? ശത്രു സംഹാരം. അത് ഇപ്പൊ അവര് പൂജ ചെയ്തിട്ടാണെങ്കിലും, ശത്രുക്കളെ ആരും കാണാതെ കൊന്നുകളഞ്ഞിട്ടാണെങ്കിലും അവരുടെ നീതി അവരങ്ങനെയാണ് നടപ്പാക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്, ഒരു കർണത്തടിച്ചാൽ മറ്റു കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ ശത്രുവിനെ നീ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ അങ്ങനെ ലോകത്തിന്റെ നീതിയും ദൈവത്തിന്റെ നീതിയും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറയുകയായിരുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരു വ്യക്തി, പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ വീണ്ടും ജനിച്ചതായ ഒരു വ്യക്തി മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല. ഇനി മനഃപൂർവ്വം പാപം ചെയ്താൽ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം അവർക്ക് ബാധകമായി വരും. ആ വാക്യം അവരെ വിധിക്കും. എന്താണ് ഹെബ്രായ ലേഖനം 10:26 പറയുന്നത്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും പാപികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഈ വാക്യം അനേകരും പ്രസംഗിക്കുന്നില്ല. കാരണം അവർ തന്നെ പേടിയാണ് അവർക്ക് പ്രസംഗിക്കാൻ. ഈ വചനം പ്രസംഗിക്കാൻ പലരും ഇന്ന് ഭയപ്പെടുന്നു. എന്നാൽ നമ്മൾ ഭയത്തിന്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് എന്താ ഈ വചനം പറയുന്നത്? ആ വാക്യം ഞാൻ വീണ്ടും പറയാൻ ഞാൻ ധൈര്യപ്പെടുക. എന്താണ്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി, അവൻ മനഃപൂർവ്വം പാപം ചെയ്താൽ, അവൻ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞാൽ, അവൻ മനഃപൂർവ്വം പോയി മദ്യപിച്ചാൽ, അവൻ മനഃപൂർവ്വം വ്യഭിചാരം ചെയ്താൽ, വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായ വ്യഭിചാരം, അതുപോലെ ആത്മീയമായ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പരപുരുഷനെയോ പരസ്ത്രീയെയോ മോഹത്തോടെ നോക്കിയാൽ പോലും അത് വ്യഭിചാരമാണ് എന്നാണ് ആത്മീയ ഗ്രന്ഥം, ആത്മീയർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യഭിചാര പ്രവൃത്തികൾ ചെയ്താൽ, ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ അവനെ ഇനി വീണ്ടെടുക്കാൻ വേറൊരു യാഗമില്ല, വേറൊരു ബലിയില്ല. എന്നാൽ ചിലർ ഇന്ന് എന്ത് ചെയ്യുന്ന, ചിലർ ഇന്നും അപ്രിയ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് അപ്പസ്തലനായ പൗലോസ് ഗലാത്യരെ വിളിച്ചുവെങ്കിൽ ചിലരെയും ഇന്ന് വിളിക്കും ബുദ്ധിയില്ലാത്ത സഭക്കാരെ, ബുദ്ധിയില്ലാത്തവരെ. ഓരോ സഭയുടെ പേര് പറഞ്ഞിട്ട് കർത്താവ് വിളിക്കുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ. കാരണം ഇവിടെ ഒരു ബലി ഇനി വേണ്ട, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഇന്നും കുർബാനയും ബലിയും യാഗവുമായി പോകുകയാണ്. എന്തിനാണ്? അതിന്റെ കാര്യം എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾ ഓർമ്മയാചരണമാണ്. ശരിയാണ്, ആ അർത്ഥത്തിൽ ശരിയാണ്, ഓർമ്മയാചരിക്കണം, അത് ശരിയാണ്. പക്ഷേ അതല്ലല്ലോ, അതിലപ്പുറം അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അർപ്പിച്ച ഈ കുർബാന വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞാനിത് പറയുന്നത്, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ പുരോഹിതന്മാരുടെ ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്നുമൊക്കെ സഹായി ആയിക്കൊണ്ട് അവർ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അന്ന് എനിക്ക് പരിജ്ഞാനമില്ലായിരുന്നു, ഞാൻ അറിവില്ലാതെ ചെയ്തതാ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഓർമ്മയാചരിക്കണം. കർത്താവ് വീണ്ടും വരുമെന്നുള്ളതിന്റെ ഓർമ്മ കർത്തൃമേശയാണ്, അത് കർത്താവിന്റെ മേശയാണ്. അതിനെ ഒരു യാഗമാക്കണ്ട, അതിനെ ഒരു ബലിയാക്കണ്ട. എന്നാൽ ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാർ എന്താണ്? പാപങ്ങളെ പരിഹരിപ്പാൻ കഴിവില്ലാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിക്കുകയാണ് അവർ. അത് യഹൂദ പുരോഹിതന്മാർക്ക് മാത്രമല്ല, യാഗം കഴിക്കുന്ന ഏതൊക്കെ മതത്തിലെ പുരോഹിതന്മാരുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. ഇത് തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്തുകൾ ന്യായം വിധിക്കും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അതുകൊണ്ട് നമ്മൾ വചനത്തിന് വിപരീതം പ്രവർത്തിക്കാൻ പാടില്ല. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? പാപങ്ങളെ പരിഹരിപ്പാൻ കഴിവില്ലാത്ത യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും യാഗം അർപ്പിക്കുന്നു. ആ കർത്താവാകട്ടെ ഏകയാഗത്താൽ നമ്മെ നീതീകരിച്ചിരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവന്റെ ഏകയാഗത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി. ആ ഏകയാഗത്തിൽ വിശ്വസിച്ചാൽ പിന്നെ ആ ഒരു ബലിയുടെ പുനരാവിഷ്കരണം ആവശ്യമില്ല. എന്നാൽ പുരോഹിതന്മാർ എന്താണ് ബലിയർപ്പിച്ചുകൊണ്ട് പറയുന്നത്? ഞങ്ങൾ അർപ്പിച്ച ഈ ബലി ഞങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കും കടങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരറിയുന്നില്ല എന്താണ് ബൈബിൾ പറയുന്നത്? ഇവയുടെ മോചനമുള്ളിടത്ത്. എന്തിന്റെ മോചനമുള്ളിടത്ത്? പാപങ്ങളുടെ മോചനമുള്ളിടത്ത്. എബ്രായ ലേഖനം 10-ാം അധ്യായം മുഴുവനായിട്ട് വീണ്ടും വീണ്ടും വായിച്ചാൽ ഏതൊരുവിനും പരിശുദ്ധാത്മാവ് ഇത് ബോധ്യം വരുത്തുകയാണ്. ഇവയുടെ മോചനമുള്ളിടത്ത് എന്ന് പറയുമ്പോൾ പാപത്തിന്റെ മോചനമുള്ളിടത്ത് ഇനി യാതൊരു ബലിയും ആവശ്യമില്ല, പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല, പാപങ്ങളുടെ മോചനത്തിനൊരു യാഗവും ആവശ്യമില്ല എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയുമ്പോഴാണ് അനേകർ ഈ സത്യം തിരിച്ചറിയാതെ അവരെ വീണ്ടും വീണ്ടും അപ്രിയ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ള ആശയമാണ് നമ്മൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. അത് യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന കാര്യസ്ഥനാണ് എന്ന് യോഹന്നാൻ 14:26. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് കൽപ്പലകയിലല്ല, അത് മഷി കൊണ്ടുമല്ല, അത് ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ നമ്മൾ സംഗ്രഹിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 119:11 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞാൻ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് അവസരോചിതമായി ദൈവത്തിന്റെ വചനം നൽകിക്കൊണ്ട് റീമ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു,
റീമയോ ലോഗോസോ എന്തായിരുന്നാലും ആകട്ടെ, ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനം, റീമ എന്നാൽ നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന വചനം. പക്ഷേ നമ്മൾ ആ വചനത്തിൽ നമുക്ക് ഒരു അറിവുണ്ടാകണം. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നാശത്തിലേക്കല്ല, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 15:26 ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുന്ന കാര്യസ്ഥൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പം നമുക്കൊരു സാക്ഷ്യം പറയണം. നമ്മൾ സാക്ഷി പറയുന്നവരാകരുത്. ചില പാസ്റ്റർമാർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്, നമുക്ക് ഇനിയും സാക്ഷി പറയാം. സാക്ഷി പറയുക കോടതിയിലാണ്. അത് കണ്ടതും കേട്ടതും കാര്യം പറയുന്നതാണ് സാക്ഷി. കണ്ടത് കോടതി ജഡ്ജി ചോദിക്കും, സാക്ഷി പറയാം. പക്ഷെ നമ്മുടെ സഭയിൽ എന്താണ് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ ദൈവാനുഭവ സാക്ഷ്യം. ഞാൻ ദൈവത്തെ അനുഭവിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സാക്ഷ്യം പറയേണ്ടത്. എന്നാൽ ചിലർക്ക് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. അപ്പൊ അവർ വന്നിട്ട് ഞാൻ ഇന്നലെ അങ്ങനെ പോയപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, ആ കണ്ടതും കേട്ടതും പറയുന്നതല്ല ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു സങ്കീർത്തനം, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വെളിപ്പാട്, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വ്യാഖ്യാനം, നമുക്ക് ദൈവം ഒരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, അത് സഭയോടുള്ള ദൂതാണോ അതോ എന്നോടുള്ള ദൂതാണോ എന്ന് വിവേചിച്ചുകൊണ്ട് അതൊക്കെ ദൈവജനത്തെ അറിയിക്കുന്നതാണ് സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു എന്ന് യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. വീണ്ടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് പ്രവർത്തികൾ 10:19 പത്രോസ് ഈ ചിന്തയിലിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയാണ്. 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവാണ്. വീണ്ടും പ്രവർത്തികൾ 13:2 അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ബർന്നബാസിനെയും ശൗലിനെയും എനിക്കായി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തികൾ 8:39 പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടു പോകുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ടൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഞാനെങ്കിലും പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പറയൂ, അയ്യോ അങ്ങനെയൊന്നും സംഭവിക്കുകയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി. വീണ്ടും പ്രവർത്തികൾ 11:12 പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നതായി നാം കാണുകയാണ്. ആത്മാവ് എന്നോട് അവരോടുകൂടെ പോകുവാൻ കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവര് പരിശുദ്ധാത്മാവിന്റെ കൽപ്പന അനുസരിച്ചാണ് അങ്ങനെ ചെയ്തത്. വീണ്ടും പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 13:2 അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ബർന്നബാസിനെയും ശൗലിനെയും എനിക്കായി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും പ്രവർത്തികൾ 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഒരു ശുശ്രൂഷ അത് നിയോഗിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മനുഷ്യരിലൂടെ ആയിരിക്കാം ആ പ്രവൃത്തി ദൈവം ചെയ്യുന്നത് എന്നുള്ളത് ശരിയാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് വിലക്കുന്നു. പ്രവർത്തികൾ 16:6 അവർ ഏഷ്യയിൽ വചനം പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ വിലക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. നമ്മൾ ചോദിക്കുന്ന നല്ല കാര്യമല്ലേ, സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യമല്ലേ, പക്ഷെ ചില പ്രത്യേക സമയത്ത് സ്ഥലങ്ങളിൽ അവിടെ പ്രസംഗിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അനുവാദം നമുക്ക് ആവശ്യമുണ്ട്. വിലക്കിയാൽ അവിടെ പ്രസംഗിക്കേണ്ടതില്ല എന്ന് നമ്മെ ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നടത്തുന്നു. റോമർ 8:14 ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു.
റോമർ 8-ാം-അധ്യായം 26-27 വാക്യങ്ങൾ. അതുപോലെ ആത്മാവ് താനും ഉച്ചരിക്കാനാകാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവികത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ചിന്ത എന്തെന്ന് അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആർക്ക് വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടിയല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി എന്നാണ്. അപ്പോൾ ഈ ഉച്ചരിച്ചുകൂടാനാവാത്ത ഞരക്കങ്ങളാൽ, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, നമുക്ക് ആർക്ക് വേണ്ടിയാന്നുള്ളത് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, വ്രതന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വീണ്ടും ഉൽപ്പത്തി 1:2 പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവൃത്തികളാണ്. അപ്പൊ ഈ വചനങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, സർവശക്തിയുള്ള ഏകദൈവത്തിന്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിത്വമുള്ള ദൈവമാണ്. പരിശുദ്ധാത്മാവ് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സത്യം ഗ്രഹിക്കാൻ മനസ്സുള്ളവർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു, ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളാണ്. 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ അടുത്ത 4-ാമത്തെ അപ്പസ്തോലന്മാരുടെ ഉപദേശമാണ്, 5-ാമത്തെ കൂട്ടായ്മയാണ്, 6-ാമത്തെ അപ്പം നുറുക്കലാണ്, 7-ാമത്തെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുവൻ ദൈവവചനം മുഴുവനും അനുസരിച്ചിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാകുമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം-അധ്യായം 10-ാം വാക്യത്തിൽ ഒരുവൻ ന്യായപ്രമാണം, അത് POCയിലെ നിയമം എന്നാണ് കൊടുത്തിരിക്കുന്നത്, നിയമം, കൽപ്പന, ഒരുവൻ ദൈവകൽപ്പന മുഴുവൻ അനുസരിച്ച് പക്ഷെ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാണ്. അപ്പോൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അത്രയ്ക്കും കർശനമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അത് കാണുമ്പം അത് ചെയ്യാനും ഇത് കാണുമ്പോൾ ഇത് ചെയ്യാനും ഒന്നും വിശാലതയേറിയ പാതയല്ല, ഇത് ഇടുക്ക് പാതയാണ്. അപ്പോൾ ഇത് ഇടുക്ക് പാതയാണ്. അപ്പോൾ ഈ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ടാണ് 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ആ ഒരു വാചകം പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം എല്ലാവരെയും കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ പരിപാലിക്കട്ടെ. ദൈവം കൂടുതൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാനും ധ്യാനിക്കാനും അത് പ്രസംഗിക്കുവാനല്ല ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് പുതിയ ആലോചനകൾ നൽകട്ടെ. അങ്ങനെ നമുക്ക് ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ വചനം കൂടുതൽ ധ്യാനിക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരുവാൻ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ ഇനിയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.